ബ്രഹ്മപുത്രന്മാരിൽ പ്രമുഖനാകുന്നു മനു. അദ്ദേഹത്തിന് പ്രിയംവ്രതൻ, ഉത്താനപാലൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ സന്താനങ്ങൾ പിറന്നു. അതിൽ ഉത്താനപാലൻ എന്ന പുത്രൻ സുനീതി എന്ന രാജകുമാരിയെ വിവാഹം ചെയ്യുകയും അവർക്കൊരു പുത്രൻ പിറക്കുകയും ഉണ്ടായി. അവനാകുന്നു ധ്രുവൻ. ഉത്താനപാലന് സുനീതിയെ കൂടാതെ മറ്റൊരു പത്നി കൂടി ഉണ്ടായിരുന്നു. അവളായിരുന്നു സുരുചി. അവളുടെ സന്താനമാകുന്നു ഉത്തമൻ. സുനീതി, സുരുചിമാർ സപത്നികൾ ആയിരുന്നുവെങ്കിലും ഉത്താനപാലക മഹാരാജാവിന് ഒരൽപ്പം പ്രിയം കൂടുതൽ അത് സുരുചിയോട് ആകുന്നു. രാജാവിന്റെ ഈ സമീപനം സുരുചി മുതലെടുത്തു. അതുകൊണ്ട് തന്നെ സുനീതിക്കും കുഞ്ഞിനുമെതിരെ അവൾ അത് പ്രയോഗിക്കുവാനും പതിവായി. അങ്ങനെ കഴിയവേ ഒരിക്കൽ മഹാരാജാവ് തന്റെ കുടുംബത്തോടൊപ്പം ഒഴിവു സമയം ചിലവഴിക്കുക ആയിരുന്നു. ഇഷ്ടപുത്രനാകുന്ന ഉത്തമൻ, അതായത് സുരുചിയുടെ പുത്രൻ, അവൻ ഓടി വന്ന് പിതാവിന്റെ മടിയിൽ ഇരുന്നു. പിതാവിന്റെ സ്നേഹമൊട്ടും തന്നെ ലഭിക്കാത്ത ധ്രുവകുമാരൻ നോക്കി നിൽക്കെ സ്വന്തം പിതാവിന്റെ സ്നേഹം കാക്ഷിച്ച അവൻ തന്റെ സഹോദരന് പിതാവിന്റെ മടിത്തട്ടിൽ ലഭിച്ച സംരക്ഷണവും സ്നേഹവും തനിക്കും വേണമെന്ന് ആഗ്രഹിച്ചു. അതിനായി അവൻ പരിശ്രമിച്ചു. എന്നാൽ സുരുചി അതിന് വിലങ്ങുതടിയായി നിന്നു. ആ കുമാരനെ, ആ ധ്രുവനെ ആട്ടിപ്പായിച്ചു. കേവല ബാലകനായ അവൻ കരഞ്ഞുകൊണ്ട് സുനീതി മാതാവിന്റെ പക്കലേക്ക് ഓടി. മാതാവിന്റെ മടിത്തട്ടിലേക്ക് വീണ് കേണു. നിസ്സഹായയായ അവൾ മകനോട് തന്റെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് വിലപിച്ചു. അല്ലാതവൾ മറ്റെന്ത് ചെയ്യാൻ? പിതാവിന്റെ സ്നേഹം ലഭിക്കുവാനായി എന്ത് ചെയ്യണം മാതാവേ എന്ന അവന്റെ ചോദ്യത്തിന് ആ അമ്മ പറഞ്ഞ മറുപടി ഒന്നു മാത്രമായിരുന്നു: ഭഗവാൻ നാരായണനെ അഭയം പ്രാപിക്കുക. നിന്റെ ഈ ദുഃഖത്തിന് നിശ്ചയമായും നൽകുന്നതായിരിക്കും. അമ്മയുടെ വാക്കുകൾ ഉത്തേജകം പോലെ അവൻ മനസ്സിൽ കരുതി. അവൻ മനസ്സിൽ അത് ഉറപ്പിച്ചു. ഉത്തമനുള്ളതിലധികം സ്ഥാനം പിതാവിന്റെ ഗ്രഹത്തിൽ, പിതാവിന്റെ ഹൃദയത്തിൽ ഞാൻ നേടിയെടുക്കും. കൂടാതെ പിതാവിന് പോലും നേടാൻ കഴിയാത്ത സ്ഥാനമാനങ്ങളിൽ ഞാൻ എത്തിച്ചേരുകയും ചെയ്യുമെന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കേവലം 5 വയസ്സുള്ള ആ ബാലകൻ വിഷ്ണു ഭജനം ലക്ഷ്യമാക്കി വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു. യമുനയുടെ തീരത്ത് മധുവനം എന്ന തപോഭൂമികയിൽ ആ ബാലൻ എത്തിച്ചേർന്നു. തപസ് ആരംഭിച്ചു. സാക്ഷാൽ നാരദ മഹാമുനിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ തപസ് ആരംഭിച്ച കുമാരനെ പിന്തിരിപ്പിക്കുവാനായി അവന്റെ മാതാവ് ആവത് ശ്രമിച്ചുവെങ്കിലും അമ്മയുടെ വാക്കുകൾ അവൻ ചെവിക്കൊണ്ടില്ല. തന്നെയുമല്ല, അഷ്ടവിഷ്ണു ഭജനം തുടങ്ങുകയും ചെയ്തു. അവന് കാവലായി ആ വനാന്തരത്തിൽ പർണശാല തീർത്തു ആ അമ്മ. ആ മാതാവ് അവിടെ കഴിഞ്ഞു. സ്വയം മറന്നുകൊണ്ടുള്ള കുഞ്ഞു ധ്രുവന്റെ തപസ്സിൽ സംതൃപ്തനായ വിഷ്ണു ഭഗവാൻ അവന്റെ മുൻപാകെ വന്നണഞ്ഞു. ഭഗവത് ദർശനം സിദ്ധിച്ച കുമാരൻ വിഷ്ണുപാദത്തിൽ വീണ് നമസ്കരിച്ചു. ഒന്നും പറയാതെ തന്നെ സർവസ്വവും അറിയുന്ന ഭഗവാൻ നാരായണൻ ഇപ്രകാരം അരുളി: നിന്റെ ആഗ്രഹങ്ങൾ സർവ്വതും നടക്കുന്നതാകും. തന്നെയുമല്ല, കാലചക്രം പിന്നിടും മാത്രയിൽ ആകാശമണ്ഡലത്തിൽ നിനക്കൊരു സ്ഥാനം ലഭിക്കുകയും ഉണ്ടാകും എന്ന് നാരായണൻ പറഞ്ഞു. കൂടാതെ നാരായണ ചിന്ത അവന്റെ മനസ്സിൽ പകർന്നു നൽകിയ ആ പുണ്യവതിയായ മാതാവിന് ശിവസമക്ഷമുള്ള ഒരു നക്ഷത്രമായി മാറും കാലാന്തരത്തിലെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. ശേഷം ഭഗവാൻ കൊട്ടാരത്തിലേക്ക് പൊയ്ക്കൊള്ളുവാനും ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞയച്ചു ഇരുവരെയും. ഭഗവാന്റെ ആശീർവാദം പോലെ തന്നെ കൊട്ടാരത്തിൽ അച്ഛന്റെ അടുത്ത് തിരിച്ചെത്തിയ ധ്രുവന് പിതാവിന്റെ സ്നേഹം വേണ്ടുവോളം ലഭിക്കുകയും കാലക്രമേണ ഉത്താനപാലൻ രാജ്യഭരണം ധ്രുവന് നൽകിക്കൊണ്ട് പുറപ്പെട്ടു സന്യാസത്തിന്. ശേഷം ധ്രുവരാജാവ് ശിശുമാര രാജാവിന്റെ പുത്രികളാകുന്ന ബ്രാഹ്മി, വായു, ഇള എന്നീ സ്ത്രീരത്നങ്ങളെ വിവാഹം കഴിക്കുക ഉണ്ടായി. ധ്രുവന്റെ സഹോദരൻ ഉത്തമൻ അവിവാഹിതനായി കഴിയുകയും പിൽക്കാലത്ത് അവനൊരു യക്ഷനാൽ വധിക്കപ്പെടുകയും ചെയ്തു. അവന്റെ മാതാവ് കാട്ടുതീയിൽപ്പെട്ട് വെന്തു മരിക്കുകയും ഉണ്ടായി. അങ്ങനെ കാലചക്രം പിന്നിട്ടു. ധ്രുവനും അമ്മയും വിഷ്ണുവിന്റെ ആശീർവാദത്തോടു കൂടി തന്നെ കാലക്രമേണ നക്ഷത്രമായി മാറി. അങ്ങനെയാകുന്നു ഇന്ന് കാണുന്ന ധ്രുവ നക്ഷത്രത്തിന്റെ ജനനത്തിന് പിന്നിലെ കഥ.